ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നാനോ കെമിസ്ട്രിയെക്കുറിച്ചാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നാനോ കെമിസ്ട്രി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിനകത്തുള്ള രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ഒന്നാമത്തെ ഭാഗം ആറ്റോമിക് സ്ട്രക്ചറായിരുന്നു, ആറ്റത്തിൻ്റെ ഘടന. രണ്ടാമത്തെ ഭാഗം കറ്റാലിസിസ് ആയിരുന്നു, ഉൾപ്രേരക രാസപ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു. ഇനി മൂന്നാമത്തെ ഭാഗം നാനോ കെമിസ്ട്രിയാണ് പറയാനുള്ളത്. എന്താണ് നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഫെമിലിയറായ ഒരു കാര്യമാണ് നാനോ ടെക്നോളജി, അതുപോലെ തന്നെ നാനോ സയൻസ്, നാനോ മെറ്റീരിയൽസ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സുപരിചിതമായൊരു വേർഡാണ്. നമുക്കറിയാം, നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള കെമിസ്ട്രിയുടെ ഭാഗത്തിനെയാണ് നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അങ്ങനെയാണെങ്കിൽ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ ടെക്നോളജിയുടെ ഭാഗമായി വരുന്ന വസ്തുക്കളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽസ് having size below 100 nanometer. It is the study of materials having size below 100 nanometer. 100 നാനോമീറ്ററിന് താഴെ സൈസുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രശാഖയാണ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഭാഗമാണ് നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 1 നാനോമീറ്ററിൻ്റെയും 100 നാനോമീറ്ററിൻ്റെയും ഇടയിൽ സൈസുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഭാഗമാണ് നാനോ കെമിസ്ട്രി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽസ് ഓഫ് സൈസ് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ റേഞ്ച്. 1 നാനോമീറ്ററിൻ്റെയും 100 നാനോമീറ്ററിൻ്റെയും ഇടയിൽ സൈസുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ പാർട്ടാണ് നാനോ കെമിസ്ട്രി. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷിൽ നമുക്ക് നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറുത് എന്നുള്ള അർത്ഥത്തിലാണ് നാനോ എന്നുള്ള പ്രയോഗമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നാനോ കാറ് എന്ന് പറയുന്നത്. കാറുകളിൽ വളരെ ചെറിയതിനെ നാനോ കാർ എന്ന് പറയും. നമ്മൾ സുപരിചിതമാണ്, മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സിമ്മ് ഏറ്റവും സൈസ് കുറഞ്ഞുകൊണ്ട് നമ്മളതിനെ നാനോ സൈസ് അല്ലെങ്കിൽ നാനോ സിമ്മ് എന്നൊക്കെ പറയാറുണ്ട്. അത് ഇംഗ്ലീഷിൽ അത് വളരെ ചെറിയ എന്ന അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ സയൻസിൽ നാനോ എന്ന് പറയുന്നത് 100 കോടിയുടെ ഒരു ഭാഗം എന്നർത്ഥത്തിലാണ്. നാനോ എന്നുള്ള വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. ആ വേർഡിൻ്റെ അർത്ഥം വരുന്നത് ഇറ്റ് മീൻസ് 1 ബില്യൺത്ത് എന്നാണ്. ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി എന്നാണ്. 1 ബില്യൺത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടിയുടെ ഒരു ഭാഗം, 1 പാർട്ട് ഓഫ് 100 crore എന്നാണ് നാനോ എന്നുള്ള വേർഡിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥത്തിൽ വരുന്നത്. നമുക്കതിലെ മീറ്റർ കൺവേർഷൻസ്, നമ്മൾ നാനോമീറ്ററുള്ള സൈസിലാണ് നാനോ കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 100 നാനോമീറ്ററിൻ്റെ ചുവടെ സൈസ് ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ നാനോമീറ്റർ, ഈ മീറ്ററിൻ്റെ ഒരു കൺവേർഷൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു മീറ്റർ സ്കെയിൽ നമ്മൾ കണ്ടതാണ്. ഒരു മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ ഒരു മീറ്ററിനെ നമ്മൾ 10 മീറ്റർ ആക്കി. ഒരു മീറ്റർ എന്നുള്ള 10 മീറ്റർ ആക്കി. ആ മീറ്ററിൻ്റെ അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ, ദൂരത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. മീറ്ററിലാണ് ലെങ്ത്തിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ എന്നുള്ള 10 മീറ്റർ ആക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെക്കാമീറ്റർ എന്ന് പറയും. 10 മീറ്റർ ദൂരത്തിന് പറഞ്ഞ പേരാണ് ഡെക്കാമീറ്റർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ ഒരു മീറ്ററിനെ നമ്മൾ 10 കഷ്ണങ്ങളാക്കി നോക്കുക. ഒരു മീറ്റർ സ്കെയിലിനെ 10 കഷ്ണങ്ങളാക്കിയാൽ നമുക്കറിയാം, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അതിനെ 10 കഷ്ണങ്ങളാക്കിയാൽ 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ ദൂരത്തിൽ എന്ന് വെച്ചാൽ ഒരു മീറ്റർ സ്കെയിലിന് 10 കഷ്ണമാക്കിയാൽ അതിലൊരു കഷ്ണത്തിന് ആ ദൂരത്തിന് പറഞ്ഞ പേരാണ് ഡെസിമീറ്റർ. അപ്പോൾ 10⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്നാണ്. അപ്പോൾ 10 മീറ്റർ ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 എന്നാണ്. 0.1 എന്നുള്ള ആ ഒരു അളവാണ്. അതാണ് ഡെസിമീറ്റർ എന്ന്. ഇനി അടുത്തത്, ഒരു മീറ്ററിന് നമ്മൾ 100 മീറ്ററാക്കി. ഒരു മീറ്റർ എന്നുള്ളത് 100 മീറ്റർ ദൂരമാക്കി, അതിന് പറഞ്ഞ പേരാണ് ഹെക്ടോമീറ്റർ എന്ന് പറയും. ഇനി ഒരു മീറ്ററിന് 100 കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ 100 ഭാഗങ്ങളാക്കി. അപ്പോൾ നമുക്കറിയാം, ഒരു മീറ്ററിനുള്ളിൽ 100 സെൻറ്റിമീറ്ററാണ്. ഒരു മീറ്റർ 100 ഭാഗങ്ങളാക്കി, അതിൽ ആ ഒരു ഭാഗത്തിന് ദൂരം എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. അതാണ് 10⁻² എന്ന് പറയുന്നത്. 10⁻² എന്ന് പറഞ്ഞാൽ
1/100 ആണ്. ആ ദൂരത്തിന് പറഞ്ഞ പേരാണ് സെൻറ്റിമീറ്റർ. അടുത്ത നമുക്ക് സുപരിചിതമായ വേർഡാണ് കിലോമീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 1000ന് 10⁻³ എന്നാണ് പറയുക. അപ്പോൾ 10⁻³ മീറ്ററാണ് 1 കിലോമീറ്റർ. എന്നാൽ 1 മീറ്ററിന് 1000 കഷ്ണങ്ങളാക്കിയാൽ, മീറ്റർ സ്കെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ 10 ലൈനുകൾ ഉണ്ടാവും. മില്ലിമീറ്റർ എന്നാണ് പറയുക. അങ്ങനെ 1 മീറ്ററിൻ്റെ ഉള്ളിൽ 1000 ഭാഗങ്ങൾ മില്ലിമീറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ദൂരത്തിന് പറയുന്ന പേരാണ്, നിങ്ങൾ 1 മീറ്ററിന് 1000 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗത്തിന് ദൂരമാണ് മില്ലിമീറ്റർ എന്ന്. അതാണ് 10⁻³ എന്ന് പറയുന്നത്. ഇനി 1 മീറ്ററിന് നമ്മൾ 10 ലക്ഷം മീറ്ററാക്കി, അതിന് പറയുന്ന പേരാണ് മെഗാമീറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് നമ്മൾ 1000 കിലോമീറ്റർ ആക്കിയാൽ, 1 കിലോമീറ്റർ 1000 കിലോമീറ്റർ, അല്ലെങ്കിൽ 1 മീറ്ററിന് 10 ലക്ഷം മീറ്റർ ആക്കിയാൽ അതിന് പറയുന്ന പേരാണ് മെഗാമീറ്റർ എന്ന് പറയും. അതുപോലെ 1 മീറ്ററിന് 10 ലക്ഷം കഷ്ണങ്ങളാക്കിയാൽ അതിന് പറയുന്ന പേരാണ് മൈക്രോമീറ്റർ. അപ്പോൾ 10 ലക്ഷത്തിന് നമ്മൾ എഴുതുന്ന രീതിയാണ് 10⁻⁶ എന്ന് പറയും. അപ്പോൾ 10⁻⁶ മീറ്ററാണ് മെഗാമീറ്റർ. 1 മീറ്ററിന് 10 ലക്ഷം കഷ്ണങ്ങളാക്കിയാൽ 1/10 ലാഖാണ്. അതിനെ നമ്മൾ എഴുതുന്നതാണ് 10⁻⁻⁶. അതിന് പറഞ്ഞ പേരാണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. മൈക്രോമീറ്റർ. അടുത്തത് 1 മീറ്ററിന് നമ്മൾ 100 കോടി മീറ്ററാക്കി, അതിന് പറയുന്ന പേരാണ് ജിഗാമീറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ 1 മെഗാമീറ്ററിന് 1000 മെഗാമീറ്റർ ആക്കി, അതിന് പറയുന്ന പേരാണ് ജിഗാമീറ്റർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ, 1 മീറ്റർ സൈസിനെ നമ്മൾ 100 കോടി ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗത്തിന് പറയുന്ന പേരാണ് നാനോമീറ്റർ. അപ്പോൾ 10⁻⁹ മീറ്റർ ജിഗാമീറ്റർ, 10⁻⁻⁹ മീറ്റർ എന്നാണ് നാനോമീറ്റർ. ഇവിടെ ഈ നാനോമീറ്ററെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം 10⁻12 മീറ്ററാണ് ടെറാമീറ്റർ, 10⁻⁻12 മീറ്ററാണ് പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ 10⁻15 മീറ്ററാണ് പീറ്റാമീറ്റർ. അതേപോലെ 10⁻⁻15 മീറ്ററിനെ പറയുന്ന പേരാണ് ഫെംറ്റോമീറ്റർ എന്ന് പറയും. ഓക്കെ, ഇതിലെ ഈ നാനോമീറ്ററിനെ കുറിച്ചാണ്, ഇവിടെയുള്ള നാനോമീറ്റർ സൈസിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നാനോ എന്നുള്ളത് ജിഗയുടെ ഓപ്പോസിറ്റാണ്. ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്, നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈസിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നാനോ മെറ്റീരിയൽസ്. നാനോ സൈസിലുള്ള വസ്തുക്കളാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഏതൊരു വസ്തുവിനെയും നമുക്ക് നാനോ സൈസിലാക്കി പറയാൻ പറ്റും. 1 മീറ്ററിന് നമുക്ക് 100 കോടി നാനോമീറ്റർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സൈസുള്ള വസ്തുവിനെ 100 കോടി നാനോമീറ്റർ സൈസുള്ള വസ്തുവാണ് എന്ന് പറയാം. അങ്ങനെ പറയണ ആ ആളുകളൊക്കെ നാനോ മെറ്റീരിയൽസിൽ പെടുമോ? പെടില്ല. നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽസ് ഹാവിങ് സൈസ് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ റേഞ്ച്. 1 നാനോമീറ്ററിൻ്റെയും 100 നാനോമീറ്ററിൻ്റെയും ഇടയിൽ സൈസുള്ള വസ്തുക്കളെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. 1 നാനോമീറ്ററിൻ്റെയും 100 നാനോമീറ്ററിൻ്റെയും ഇടയിൽ സൈസുള്ള വസ്തുക്കളെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. നാനോ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ DNA ആണ്. DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശത്തിൻ്റെ അകത്തുള്ള ആളാണ് DNA എന്ന് പറയും. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA. ഇതിപ്പോൾ DNA നാനോ മെറ്റീരിയൽ ആണെങ്കിൽ അതേ സൈസിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ആ സൈസിൻ്റെ ഉള്ളിൽ വരുന്ന ആൾ തന്നെയാണ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള RNA. അതുപോലെ അടുത്തതാണ് ബക്കീബോൾ അല്ലെങ്കിൽ ഫുള്ളറിൻ എന്ന് പറയുന്നത്. ബക്കീബോൾ കാർബണിൻ്റെ ഒരു നാനോ മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ 60 കാർബൺ ആറ്റങ്ങൾ, C60 60 കാർബൺ ആറ്റങ്ങൾ ചേർന്നിട്ട് ഒരു ഫുട്ബോളിൻ്റെ രീതിയിലുള്ള സ്ട്രക്ചറിൽ നിൽക്കുന്ന ആ വസ്തുവിന് പറഞ്ഞ പേരാണ് ബക്കീബോൾ അല്ലെങ്കിൽ ഫുള്ളറിൻ എന്ന പേരിലാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാനോ മെറ്റീരിയൽ എക്സാമ്പിളാണ് കാർബൺ നാനോ ട്യൂബ്. അതും കാർബണിൻ്റെ ഒരു നാനോ മെറ്റീരിയലാണ്, ട്യൂബ് മോഡലിലുള്ള കാർബണിൻ്റെ നാനോ മെറ്റീരിയലാണ്. CNT എന്ന് ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്നത്. അതുപോലെ ഹൈഡ്രജൻ ആറ്റം നാനോ സൈസിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി നമുക്കിവിടെ പറയാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസാണ്. നാനോ മെറ്റീരിയൽസിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? നാനോ ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട്
ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചത് ഒരു മേഖല നാനോ ടെക്നോളജി തന്നെയാണ്. ഈ നാനോ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഒന്നാമത് പറയുന്നത് ദ ആക്ട് ആസ് ബെറ്റർ കാറ്റലിസ്റ്റ് ഡ്യൂ ടു ഇറ്റ് ഇസ് ലാർജ് സർഫസ് ഏരിയ. നാനോ മെറ്റീരിയൽസ് ഏറ്റവും നല്ല കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കാറ്റാലിസിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കാറ്റാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ്, ഒരു വസ്തു സ്ലോയിൽ ഓടുന്നപ്പോൾ നമ്മൾ പോസിറ്റീവ് കാറ്റാലിസിസ് എടുക്കുകയാണെന്ന് നോക്കുക. വളരെ സ്ലോ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന രാസപ്രവർത്തനത്തിന് വളരെ ഫാസ്റ്റ് ആക്കും ഒരു മെറ്റീരിയൽ. ആ മെറ്റീരിയലിന് രാസപ്രവർത്തനത്തിൽ അവർ നേരിട്ട് പങ്കെടുക്കുന്നുമില്ല. എന്ന് വെച്ചാൽ രാസപ്രവർത്തനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനൊന്നും സംഭവിക്കില്ല. ഇവിടെ നമ്മൾ കറ്റാലിസിസിൻ്റെ ഒരു എൻസൈം മെക്കാനിസം പറയുകയാണെങ്കിൽ, എൻസൈം രീതിയിലുള്ള കറ്റാലിസിസിൻ്റെ മെക്കാനിസം പറയുകയാണെങ്കിൽ, നമ്മൾ കാറ്റലിസ്റ്റ് ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് ഒരു ചെറിയൊരു തരിയാണെന്ന് നോക്കുക. അഭികാരങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഈ കാറ്റലിസ്റ്റ് ഇതിൻ്റെ പുറത്തുള്ള സർഫസ് ഏരിയയിൽ വെച്ചിട്ടാണ് അവർക്ക് തമ്മിൽ കൂടിച്ചേരാനുള്ള രാസപ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പുറത്തുള്ള സർഫസ് ഏരിയ ആണ് ഇവിടുത്തെ കറ്റാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ സർഫസ് ഏരിയ, കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ കറ്റാലിസിസിൻ്റെ അളവും കൂടിക്കൊണ്ടേയിരിക്കും, ഉൾപ്പെടെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു മെറ്റീരിയലിനെ കറ്റാലിസിസിൽ ഉപയോഗിക്കുന്ന, കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലിൻ്റെ നമ്മൾ നാനോ സൈസിലേക്ക് കൊണ്ടുവന്നാൽ, നാനോ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ തരിയുടെ സൈസ് നാനോ സൈസിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ തരികളുടെ എണ്ണം കൂടുകയും ചെയ്യും. ആ തരികളുടെ ഒക്കെ പുറത്തുള്ള സർഫസ് ഏരിയ നമുക്ക് കറ്റാലിസിസ് ഉപയോഗപ്പെടുത്താൻ പറ്റുകയും ചെയ്യും. അപ്പോൾ പുറത്തുള്ള സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് അവികാരങ്ങൾക്ക് കൂടി ചേരാനുള്ള അവസരം കൂടുന്നു, രാസപ്രവർത്തനത്തിൻ്റെ വേഗതയും കൂടുന്നു. അതുകൊണ്ട് തന്നെ നാനോ സൈസിലുള്ള അല്ലെങ്കിൽ കാറ്റലിസ്റ്റിനെ നാനോ സൈസിലേക്ക് കൊണ്ടുവന്നാൽ അത് ബെറ്റർ കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. രണ്ടാമത്താണ് ദേ ക്യാൻ ഡിറ്റക്റ്റ് ആൻഡ് ലൊക്കേറ്റ് ട്യൂമേഴ്സ് ആക്യുറേറ്റ്ലി. ട്യൂമറിനെ വളരെ കൃത്യമായിട്ട് കണ്ടെത്താനും കൃത്യമായിട്ടുള്ള ആ ഇടം ലൊക്കേറ്റ് ചെയ്യാനും നാനോ മെറ്റീരിയലിൻ്റെ സഹായത്തോടു കൂടെ സാധിക്കുമെന്നുള്ളതാണ്. ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്യാൻസറിനൊക്കെ കാരണമാകുന്ന ട്യൂമർ ശരീരത്തിൻ്റെ കോശങ്ങൾക്കുള്ളിലുള്ള അസാധാരണമായ വളർച്ചകളാണ് ഈ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെ ബാധിച്ച് നമ്മൾ അത് അറിയുമ്പോഴേക്കും, ക്യാൻസർ ബാധിച്ച അല്ലെങ്കിൽ ട്യൂമർ ബാധിച്ചത് അറിയുമ്പോഴേക്കും ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും, ഒരുപാട് കോശങ്ങൾ അത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിനെ ക്യാൻസർ ബാധിക്കുമ്പോൾ അത് ഏതെല്ലാം കോശങ്ങളിലാണെന്ന് വളരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ആ കൃത്യമായ ഇടങ്ങളിൽ അതിനെ നശിപ്പിക്കാനും സാധിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറിനെയും ട്യൂമറിനും ഒരു പരിധി വരെ തടയാൻ പറ്റും. അതിന് കോശങ്ങളുടെ സൈസിലേക്കുള്ള ആ ലെവലിൽ പോയിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഇതിനുള്ള കഴിവ് നാനോ മെറ്റീരിയലിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത ഒരു ആപ്ലിക്കേഷനാണ് നാനോ മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ബയോകോമ്പാക്റ്റബിൾ ജോയിൻറ്റ്സ്, ബോൺസ്, ആർട്ടറീസ് എക്സെട്ര. ബയോകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള, ശരീരത്തോട് യോജിച്ച് പോകുന്ന, ജൈവപരമായി യോജിച്ച് പോകുന്ന തരത്തിലുള്ള ജോയിൻറ്റുകൾ, എല്ലുകൾ, അതേപോലെ ആർട്ടറീസ്, രക്തധമനികളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നാനോ മെറ്റീരിയൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നൊക്കെ ആക്സിഡൻറ്റുകളുടെ അളവ് വളരെ കൂടുതലാണ്. ആളുകളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും സാരമായ രീതിയിൽ അപകടം സംഭവിക്കാറുണ്ട്, എല്ലുകൾ ചതഞ്ഞരിയാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ എല്ലുകൾക്ക് പകരം ചിലപ്പോൾ കമ്പി ഇടുക എന്ന് പറയും. അതുപോലെ തന്നെ മറ്റു മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ഏരിയയിൽ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മാംസത്തോടും രക്തത്തോടൊക്കെ യോജിച്ച് പോകുന്ന തരത്തിലുള്ള എല്ലിൻ്റെ ഭാഗങ്ങൾ, അതേപോലെ ജോയിൻറ്റുകളായിട്ടുള്ള ഭാഗങ്ങൾ, അതേപോലെ ഞരമ്പുകളുടെ ഭാഗങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു, നാനോ മെറ്റീരിയൽസിൻ്റെ സഹായത്തോടു കൂടെ നടക്കും. നാനോ മെറ്റീരിയൽസിന് ഇത്തരം ഏരിയകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതേപോലെ DNA മാപ്പിംഗ് ഓഫ് ന്യൂ ബോൺ ബേബി ക്യാൻ ടേക്ക് ക്വിക്ക്ലി. നമുക്കറിയാം, ഈ അടുത്തായിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് DNA ടെസ്റ്റ് നടത്തുക എന്ന് പറയും. പിതൃത്വമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DNA ടെസ്റ്റ്, പിതൃത്വം മാത്രമല്ല, എന്തെങ്കിലും ഒരു വസ്തു ഇത് ആരുടെയിൽ നിന്ന് വന്നതാണ്, ഇത് ആരുടേതാണ്, ഉമിനീര് ആരുടേതാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോറൻസിക്കിലൊക്കെ DNA ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഈ DNA ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് പുതുതായി ജനിച്ച കുട്ടിയുടെയൊക്കെ DNA ടെസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക്, അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. സാധാരണ പരമ്പരാഗത രീതിയിൽ DNA ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ടൈം ലാഗ് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് നാനോ മെറ്റീരിയൽസിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ
പുതുതായി ജനിച്ച കുട്ടികളുടെയൊക്കെ DNA മാപ്പിംഗ് നമുക്ക് നടത്താൻ സാധിക്കും. അതുപോലെ നാനോ മെറ്റീരിയൽസ് ക്യാൻ ഡെലിവർ റൈറ്റ് എമൗണ്ട് ഓഫ് മെഡിസിൻ ടു ദ എക്സാക്റ്റ് സ്പോട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ കൃത്യമായ ഇടങ്ങളിലേക്ക് കൃത്യമായ അളവിൽ മരുന്നിനെ എത്തിക്കാൻ നാനോ മെറ്റീരിയൽസിന് സാധിക്കും. എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ നാനോ മെറ്റീരിയൽസിന് ഉപയോഗിക്കാനുള്ള അടുത്തൊരു മേഖലയാണത്. മരുന്ന് നമുക്കറിയാം, നമ്മൾ അലോപ്പതിയിൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട്. പല മരുന്നുകളും നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ വരുമ്പോൾ സൈഡ് എഫക്റ്റ് ആവും, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വരുമ്പം രോഗമില്ലാത്ത മറ്റു ഭാഗങ്ങൾക്ക് അത് പ്രശ്നമാവുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാൻ പറ്റും. കൃത്യമായ എമൗണ്ട് മരുന്ന് കൃത്യമായ ഇടങ്ങൾ, ശരീരത്തിൽ എവിടെയാണോ അസുഖങ്ങൾ അല്ലെങ്കിൽ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടേക്ക് എത്തിക്കാനുള്ള സഹായം നമുക്ക് നാനോ മെറ്റീരിയലിനെ കൊണ്ട് കിട്ടുന്നതാണ്. അതുപോലെ നമ്മളുടെ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഉപയോഗമാണ് നാനോ മെറ്റീരിയൽസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഫീൽഡ് ടു മേക്ക് ബോഡി പാർട്സ് ഓഫ് വെഹിക്കിൾസ്. വാഹന മേഖലയിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വാഹനങ്ങളുടെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ഫോർമുല 1 കാറുകൾ വളരെ വേഗതയിൽ പോകുന്നതാണ്. വളരെ RPM കൂടിയ എഞ്ചിനുള്ള വാഹനങ്ങളാണ്. ഇതിൻ്റെ പുറത്തുള്ള ബോഡി നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ നാനോ ഫൈബർ എന്ന് പറയുന്ന ഒരു നാനോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. പ്ലാസ്റ്റിക് രീതിയിലാണ് നമുക്ക് വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഗണത്തിൽ പെടുന്ന ആളാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിനേക്കാൾ അല്ലെങ്കിൽ സ്റ്റീലിനേക്കാളും അല്ലെങ്കിൽ ലോഹങ്ങളെക്കാൾ നല്ല ശക്തിയുള്ള രീതിയിലുള്ള നാനോ ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ള ഫൈബേഴ്സാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നുള്ള ലക്ഷറി വിത്ത് സ്പോർട്ടി ആയിട്ടുള്ള കാറുകളിലൊക്കെ ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ലാംബോർഗിനി സ്വന്തമായി പാറ്റൻസി എടുത്തിട്ടുണ്ട്. അവർ തന്നെ ബോഡി നിർമ്മാണത്തിൽ കാർബൺ നാനോ ഫൈബർ ഉപയോഗിച്ചിട്ട്. ഫെറാറിക്കുണ്ട്, ആസ്റ്റോൺ മാർട്ടിനുണ്ട്, ബെൻലി, റോൾസ് റോയ്സ് പോലെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പോർട്ടി ലക്ഷറി കാറുകളിലൊക്കെ ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ബോഡി പാർട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു മേഖലയാണ് നാനോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ടു മേക്ക് മൈക്രോ പ്രോസസ്സേഴ്സ്, ഹൈ എനർജി ബാറ്ററീസ് ആൻഡ് ഹൈ സെൻസിറ്റീവ് സെൻസേഴ്സ് എക്സെട്ര. ഇലക്ട്രിക്കൽ ഫീൽഡിൽ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ മൈക്രോ പ്രോസസ്സുകൾ നമുക്കറിയാം. ഇന്ന് നമ്മളുടെ ഇലക്ട്രോണിക് ഫീൽഡിൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു അവസ്ഥയിലാണുള്ളത്. പണ്ട് കാലത്ത് നമ്മളുടെ, അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന നമ്മളുടെ കമ്പ്യൂട്ടറുകളേക്കാൾ ഡാറ്റ കപ്പാസിറ്റിയും അതുപോലെ തന്നെ റാമും അതുപോലെ തന്നെ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫോണ് പ്രാപ്തമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലാപ്പിൻ്റെ 10-1 സൈസ് ഇല്ല നമ്മളുടെ ഫോണിന്. പക്ഷേ ലാപ്പിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് മൊബൈൽ ഫോണിനകത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിനകത്തുള്ള സിസ്റ്റങ്ങൾ. ഇതിനൊക്കെ കാരണമായത് ഒന്ന് മൈക്രോ പ്രോസസ്സർ നിർമ്മാണത്തിൽ, അതേപോലെ മൈക്രോ സൈസിൽ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് നിർമ്മിക്കുന്ന ട്രാൻസിസ്റ്റർ, കപ്പാസിറ്ററുകൾ, IC ചിപ്സ്, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരം പാർട്സൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡിൽ നാനോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ എനർജി ബാറ്ററി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഹൈ സെൻസിറ്റീവ് സെൻസേഴ്സ് മെഡിക്കൽ ഫീൽഡിലുള്ളതും ഇലക്ട്രോണിക് ഫീൽഡിലുള്ളതും ഒരുപാട് മേഖലയിലുള്ള സെൻസേഴ്സുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാനോ മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് സ്പോർട്സ് മെറ്റീരിയൽസ് ലൈക്ക് ബേസ്ബോൾ ബാറ്റ്, സ്പോർട്സ് സ്യൂട്ട്സ് എക്സെട്ര. നമ്മൾ കായിക ലോകത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് മെറ്റീരിയൽസ് നാനോ മെറ്റീരിയൽസിലുള്ള ആളുകളുടെ സഹായത്തോടു കൂടെ നിർമ്മിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പറയും ബേസ്ബോളിൻ്റെ ബാറ്റ്. നമുക്കറിയാം, അത് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാണാൻ സൈസ് ഉണ്ടെങ്കിൽ പോലും വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബാറ്റാണ്. നമുക്കറിയാം, അതിൻ്റെ ഉള്ളു പൊള്ളയായിട്ടുണ്ടാകും, അതിനകത്ത് നിയോൺ വാതകമാണ് നിറച്ച് വെച്ചിട്ടുള്ളത്. ആ മെറ്റീരിയൽ നിർമ്മിക്കുന്നത് നാനോ ടെക്നോളജിയിലൂടെയാണ്, നാനോ മെറ്റീരിയൽസിൻ്റെ സഹായത്തോടു കൂടെയാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് സ്യൂട്ടുകൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നല്ല ഡ്യൂറബിലിറ്റിയുള്ള, അതേപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ അറ്റാക്ക് അല്ലെങ്കിൽ ബാക്ടീരിയൽ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് സ്യൂട്ടുകൾ അല്ലെങ്കിൽ കായിക വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും നാനോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖല നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നില്ല, പക്ഷേ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉപയോഗിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഇന്നൊക്കെ വാട്ടർ പ്രൂഫിങ്ങിൽ നാനോ ടെക്നോളജിയിലൂടെയുള്ള വാട്ടർ പ്രൂഫിങ്, ചോർച്ചകൾ തടയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അത്തരം നാനോ മെറ്റീരിയൽസിൻ്റെ സഹായം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അടുത്തത്
നമ്മൾ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കാർബൺ നാനോ ട്യൂബ്, CNT എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയുന്ന കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ് പേരിൽ തന്നെ ഉണ്ട്, കാർബണിൻ്റെ ഒരു നാനോ സ്ട്രക്ചറിലുള്ള ആളാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. It is nano-sized structure of carbon which seems to be formed by rolling a sheet of graphite into cylindrical shape. It is a nano-sized structure of carbon. കാർബണിൻ്റെ നാനോ സൈസിലുള്ള ഒരു ഘടനയാണ്, ഒരു സ്ട്രക്ചറാണ് ഈ കാർബൺ നാനോ ട്യൂബ്. വിച്ച് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിങ് എ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ടു സിലിണ്ടറിക്കൽ ഷേപ്പ്. ഒരു ഗ്രാഫൈറ്റ് ഷീറ്റിനെ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലേക്ക് എടുത്താൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിൽ തോന്നിക്കുന്ന തരത്തിലുള്ള കാർബണിൻ്റെ ഒരു നാനോ സ്ട്രക്ചറിലുള്ള ഘടനയുടെ പേരാണ് കാർബൺ നാനോ ട്യൂബ്. അപ്പോൾ ഒരു ട്യൂബ് പോലെ ഉണ്ടാവും, ആ ട്യൂബ് നമുക്ക് ഉണ്ടായതുപോലെ തോന്നുമ്പോൾ എങ്ങനെ, ഒരു ഗ്രാഫൈറ്റിൻ്റെ ഷീറ്റ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഹണി കോംബ് സ്ട്രക്ചറിലുള്ള ഒരു ഘടന ഉണ്ടാവും. നമുക്കറിയാം 6 കാർബൺ ആറ്റങ്ങൾ നമ്മൾ ബെൻസീനിലും അല്ലെങ്കിൽ ഹെക്സൈനിലൊക്കെ നിൽക്കുന്ന, സൈക്ലോ ഹെക്സൈനിലും ബെൻസീനിലൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒരു ഹണി കോംബ് സ്ട്രക്ചറിൽ ഒരു ഹെക്സാഗണൽ ഷേപ്പിൽ നിൽക്കുന്ന അങ്ങനെ ഒരു രീതിയിലുള്ള ഒരുപാട് സ്ട്രക്ചറുകൾ ചേർന്നിട്ടുള്ള ഒരു ഷീറ്റ് പോലെയാണ് ഗ്രാഫൈറ്റ് ഉണ്ടാവുക. ഗ്രാഫൈറ്റ് പാളികളായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഷീറ്റ് രീതിയിലുള്ള ആ ഗ്രാഫൈറ്റിൻ്റെ ഒരു ഷീറ്റിനെടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലേക്ക് ഒരു ട്യൂബ് പോലെ ആക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ തോന്നിക്കുന്ന കാർബണിൻ്റെ ഒരു നാനോ സ്ട്രക്ചറിൻ്റെ പേരാണ് കാർബൺ നാനോ ട്യൂബ്. ഇറ്റ് ഈസ് എ നാനോ സൈസ്ഡ് സ്ട്രക്ചർ ഓഫ് കാർബൺ വിച്ച് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിങ് എ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ടു സിലിണ്ടറിക്കൽ ഷേപ്പ്. അത് കാർബണിൻ്റെ ഒരു നാനോ സൈസിലുള്ള സ്ട്രക്ചറാണ്. വിച്ച് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിങ്, അത് ഉണ്ടായതുപോലെ നമുക്ക് തോന്നിക്കും, ബൈ റോളിങ് എ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ടു സിലിണ്ടറിക്കൽ ഷേപ്പ്. ഒരു ഗ്രാഫൈറ്റിൻ്റെ ഷീറ്റിനെ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ആക്കി ഉണ്ടാക്കിയതുപോലെ തോന്നിക്കും. ഇതാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. കാർബൺ നാനോ ട്യൂബിൻ്റെ വെറൈറ്റീസാണ് നമുക്ക് നോക്കുന്നത്. വെറൈറ്റീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്. ദർ ആർ 2 വെറൈറ്റീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്. സ്ട്രക്ചർ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കാർബൺ നാനോ ട്യൂബ് 2 തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തത് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്, SWCNT. സിംഗിൾ വാൾഡ്, പേര് തന്നെ ഉണ്ട്, ഒറ്റ ചുമരുള്ള ഒരു കാർബൺ നാനോ ട്യൂബാണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ സിംഗിൾ സിലിണ്ടർ ഓഫ് നാനോ ട്യൂബ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫൈറ്റിൻ്റെ ഒറ്റ ഷീറ്റ് എടുത്തിട്ട് റോൾ ചെയ്താൽ ഒരു ചുമരുള്ള രീതിയിലുള്ള ഒരു സിലിണ്ടർ ഘടന ഉണ്ടാവും. അങ്ങനെയുള്ള ആളാണ് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്. പിക്ചറിൽ കാണുന്നുണ്ട്, ഒറ്റ ഷീറ്റിന് റോൾ ചെയ്തിട്ട് ട്യൂബ് പോലെ ആക്കിയെടുത്തതാണ്. രണ്ടാമത്തത് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്, MWCNT. ഇറ്റ് കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ഓഫ് നാനോ ട്യൂബ്. പിക്ചറിൽ കാണാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ചുമരുകളുള്ള രീതിയിലുള്ള ട്യൂബാണ്. എന്ന് വെച്ചാൽ ഒരു പേര് തന്നെ ഉണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ഓഫ് നാനോ ട്യൂബ്. കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് കോൺസെൻട്രിക് എന്നുള്ള പ്രയോഗം വരുന്നത്. അപ്പോൾ ഈ MWCNTയിൽ ഒന്നിൽ കൂടുതൽ കാർബൺ നാനോ ട്യൂബുകൾ ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 ഗ്രാഫൈറ്റ് ഷീറ്റുകൾ എടുത്തിട്ട് 3 ആളെയും ചേർത്തിട്ട് അങ്ങോട്ട് നമ്മളൊരു റോൾ ചെയ്ത് സിലിണ്ടർ ആക്കി എടുത്താൽ നമുക്കറിയാം ഈ സിലിണ്ടറിനുള്ളിൽ 3 ചുമരുകളുണ്ടാവും. ഈ രീതിയിലുണ്ടായതാണ് MWCNT അല്ലെങ്കിൽ മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്, ഒന്നിൽ കൂടുതൽ ചുമരുള്ള കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലാകുകയും ചെയ്യും, സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്, കാരണം അതിനകത്ത് ഒന്നിൽ കൂടുതൽ വാളുകൾ ഉണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ ദ ഓറിയൻറ്റേഷൻസ് ഓഫ് ലാറ്റീസ്, കാർബൺ നാനോ ട്യൂബ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ലാറ്റീസിലുള്ള ഓറിയൻറ്റേഷൻ, ഉദാഹരണത്തിന് ഒരു ക്രിസ്റ്റലായിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ അതിന് അറ്റോമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ ആ ക്രിസ്റ്റലിൻ്റെ ഉള്ള ആറ്റങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ആറ്റങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന ഒരു പ്രതലത്തിന് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ പ്രതലത്തിനെയാണ് നമ്മൾ ലാറ്റീസ് എന്ന് നോക്കുക, ക്രിസ്റ്റൽ ലാറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആറ്റങ്ങളെ ക്രമീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ ആറ്റങ്ങളെ ക്രമീകരിക്കപ്പെട്ട രീതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കാർബൺ നാനോ ട്യൂബിനെ 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ആംചെയറാണ്, രണ്ടാമത്തത് സിഗ്സാഗാണ്, മൂന്നാമത്തത് കൈറൽ. അപ്പോൾ 3 തരത്തിലാണ് ലാറ്റീസിലുള്ള ആറ്റങ്ങളുടെ ക്രമീകരിക്കപ്പെട്ടതിൻ്റെ രീതിയുടെ അടിസ്ഥാനത്തിൽ
കാർബൺ നാനോ ട്യൂബിനെ 3ആയി തരംതിരിക്കാം. ഒന്ന് ആം ചെയർ, രണ്ടാമത്തേത് സിഗ്സാഗ്, മൂന്നാമത്തേത് കയറ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.